ഹലോ ഹായ് നമസ്കാരം. ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ദോശയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ദോശയും ചട്നിയുമാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 1/4 ബൗൾ അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും വരാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ കടലമാവ് എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എങ്കിലേ നമുക്ക് ദോശ നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് 2 വശം മൊരിയുന്നിടം വരെ തിരിച്ചു മറിച്ചിട്ടുമിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം. അതിൻ്റെ ഒരു വശം ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശം ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൊത്തം ദോശയും ഇങ്ങനെ ചുട്ടെടുക്കാം. ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കണം, ഇല്ലെങ്കിൽ ഈ ദോശയുടെ മാവ് ചിലപ്പം നമ്മുടെ കല്ലിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ്. നമ്മുടെ ദോശയെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളക് നമുക്ക് എരിവ് എത്ര വേണോ അത്രയും വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സവാളയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറി വരുമ്പം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മുറി തേങ്ങ ഞാൻ ചിരവിയതെടുത്തിട്ടുണ്ടായിരുന്നു. അതോടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പം അതിനകത്തോട്ട് കടുക്, കുറച്ച് ഉഴുന്നുകൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയുടെ മിക്സ് ഉണ്ടല്ലോ അതോടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ഈ ചട്നിയും ഈ ദോശയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു.